ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വരുന്ന ഒരു കേസാണ് മൈക്രോ ഫിനാൻസിന്റെ. 2016 നടന്നതാണ്. ഇപ്പോഴാണ് കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് വരുന്നത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തായിരുന്നു മൈക്രോ ഫിനാൻസ് അല്ലെ SNDP ഒരു അംഗമായിരുന്നു മഹേഷ്, KK മഹേഷൻ. അപ്പം അദ്ദേഹത്തിനെതിരെ ഇന്നൊരു വെള്ളാപ്പള്ളി ഒരു പരാമർശം ഉയർത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു കള്ളനാണ്, അവിടുത്തെ തട്ടിപ്പ് നടത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്, അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഇത്. അപ്പം മരിച്ചുപോയ ഒരാളിലേക്ക് കുറ്റങ്ങളെല്ലാം കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. അങ്ങനെ കൈയൊഴിയാൻ എന്തായാലും വെള്ളാപ്പള്ളി നടേശന് കഴിയില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ എല്ലാ കളവിൻ്റെയും കാര്യകാരണ സഹിതം എല്ലാം സ്വന്തം ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ട്, അതായത് 32 പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയതിന് ശേഷമാണ് KK മഹേഷൻ മരണത്തിന് കീഴടങ്ങിയത്. കാരണം അത്രത്തോളം പിടിച്ചു നിൽക്കാൻ വയ്യാതെ, അതായത് ഒരു കുരുക്കിലേക്ക് തള്ളിയിട്ട വെള്ളാപ്പള്ളി നടേശനെ ഒന്നും ചെയ്യാനാവാത്ത ഒരു അവസ്ഥയിലായിരുന്നു KK മഹേഷൻ സ്വന്തം ജീവൻ ഒടുക്കേണ്ടി വന്നു. ആ ഒരു KK മഹേഷിനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്ന് കള്ളനെന്നും അല്ലെങ്കിൽ വഞ്ചകനെന്നും അല്ലെങ്കിൽ എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതായത് KK മഹേഷൻ നടത്തിയ തട്ടിപ്പിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന്. ആ തെളിവ് കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നില്ല? തൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ തെളിയിക്കാൻ ഈ ഒരു തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചുകൂടെ? അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ മരിച്ചുപോയ ഒരാളെ ഈ ആ ഒരു കുറ്റം അടിച്ചേൽപ്പിച്ചാൽ അയാൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ഒരു KK മഹേഷന്റെ മരണത്തിന് ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ ഉത്തരം പറയേണ്ടി വരും ഉടൻ തന്നെ. അതായത് അതിനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് SIT ആ ഒരു കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഹൈക്കോടതിയിലെ ഒരു ഹിയറിങ്ങും പിന്നെ ഒരു വിധിയുടെയും ഒരു ദൂരം മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ വിശുദ്ധനാണോ അല്ലെങ്കിൽ കറകളഞ്ഞ കള്ളനോ അല്ലെങ്കിൽ ക്രിമിനലാണോ എന്നറിയാൻ. ഇപ്പം വെള്ളാപ്പള്ളി ഇപ്പോൾ ഇന്ന് പറഞ്ഞത് അതേ തെളിവുണ്ട് എന്നല്ലേ. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഇത്രയും നാൾ കാണിക്കാത്തൊരു തെളിവാണ് പെട്ടെന്ന് തൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര കോൺഫിഡൻസോടെ പറയണമെങ്കിൽ അതായത് മഹേഷിനെതിരെ ചമച്ചെടുത്തൊരു തെളിവ് തൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളൊരു ഇതല്ലേ, സൂചനയില്ലേ കാണിക്കുന്നത്. തീർച്ചയായും ഫാബ്രിക്കേറ്റ് എവിഡൻസ് തകർക്കാൻ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു കോടതിയിലെ വാദത്തിനെത്തുമ്പോൾ അത് കുറച്ച് സമയം മതിയായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സമയം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കോടതിയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മായംകെട്ടാണ് ഇപ്പോൾ നടത്തുന്നത് തന്നെ. അതിന് കൂട്ടായി BDJSന്റെ അധ്യക്ഷനും അല്ലെങ്കിൽ SNDPയുടെ വൈസ് പ്രസിഡന്റുമായ അല്ലെങ്കിൽ മകനുമായ തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടുപിടിക്കുന്നുണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനുമാണ് ഈ ഒരു KK മഹേഷനെ എത്രയധികം തരം താഴ്ത്തി വർത്തമാനം പറയുന്നത്. അതായത് ഒരു കള്ളനെ കള്ളൻ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്. അതുമാത്രമല്ല, ഇതുപോലെ മഹേഷിന്റെ കള്ളം പിടിച്ചതുകൊണ്ടാണ് അയാൾ ജീവൻ ഒടുക്കിയത് എന്നെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത്. അതുമാത്രമല്ല, ഈ VM സുധീരൻ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് KK മഹേഷന്റെ മരണത്തിൽ തനിക്ക് പങ്കുണ്ടെന്നുള്ള രീതിയിൽ പരാതിയുമായി മുന്നോട്ട് പോയത്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ 10 വർഷം എന്തുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നതിലൊരു പരോക്ഷമായിട്ടുള്ള ഒരു വളച്ചുകെട്ടലും തരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ ഒരു വരികൾക്കിടയിൽ നിന്ന് വായിച്ചാൽ നമുക്കത് ആ ഒരു കാരണം മനസ്സിലാവും. കാരണം ഈ 10 വർഷം ഈ ഒരു പിണറായി വിജയൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിന്ന് വെള്ളാപ്പള്ളി നടേശനാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തുള്ള ഒരു വോട്ട് ബാങ്കാണ് SNDP സംഘടന. ആ SNDP സംഘടന എന്തുകൊണ്ടും ഈ ഒരു പിണറായി വിജയൻ്റെ വോട്ട് ബാങ്കായി മാറിയതുകൊണ്ടാണ് ആ ഒരു കേസ് ഒച്ചിഴയുന്നില്ല, അല്ലെങ്കിൽ ഒച്ചിനേക്കാൾ പതിയെ ഇഴഞ്ഞത്. പക്ഷേ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത്ര കാലം ഒരു പദവിയിൽ അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയുടെ അമരത്തിരുന്ന ഒരാൾ എത്ര പെട്ടെന്നാണ് താഴത്തേക്ക് നിലംപതിച്ച്. അതുമാത്രമല്ല, ഈ ഒരു വെള്ളാപ്പള്ളി പറയുന്നുണ്ട്, എന്നെ ഈ ഒരു കേസിൽ നിന്ന് ഇതിൻ്റെ കാര്യത്തിലൊന്ന് തീരുമാനമാക്കി കൂടെ. അതായത് ഞാനാണ് പ്രതിയെങ്കിൽ എന്നെ പിടിച്ച് അകത്തിട്ടോടെ. കാരണം ഇതുപോലൊരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു പൊതുജനങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിലോ ഈ ഒരു മായംകെട്ട് ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ കളിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CBI അല്ല
ആരായാലും എന്നെ അകത്തിടാൻ കഴിയില്ല, ആര് വേണം അന്വേഷിച്ചോ, ഞാൻ സേഫ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇത്ര കാലം ഈ ഒരു പൊതുകേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിലസിയിരുന്നത്. അതുമാത്രമല്ല CPM-ന് വേണ്ടി പരോക്ഷമായി ചില വർഗീയ പരാമർശങ്ങളും ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ സമുദായങ്ങളോടും, അല്ലെങ്കിൽ പ്രത്യേകം പറഞ്ഞാൽ മലപ്പുറം ജില്ലയോട്, അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം വിഭാഗത്തിനോട് ഏറ്റവും കൂടുതൽ വർഗീയത പ്രകടിപ്പിച്ചത് ഈ ഒരു പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ആ ഒരു ഉപകാരസ്മരണയുടെ പേരിലാണ്. ഇതിന്റെ ഇടയ്ക്കും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് പിണറായി ഈ വിഷയത്തിലൊന്നും ഇടപെടുത്തണ്ട, പിണറായിയുടെ പേരൊന്നും ഇതിൽ പറയേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM അല്ലെങ്കിൽ LDF എന്ന പാർട്ടി ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് വെള്ളാപ്പള്ളി നടേശനെയാണ്. എന്നിട്ടും വെള്ളാപ്പള്ളി ഇതുവരെ പിണറായിയോ CPM-നെയോ കുറ്റപ്പെടുത്താനോ ഒന്നും വന്നിട്ടില്ല. ഇപ്പം പിണറായി ഇതൊന്നും ഇടപെടുത്തണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രമേൽ പിണറായി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ മാത്രം എന്ത് ഡീലായിരിക്കും ഇവർ തമ്മിലുള്ളത്? അതായത് തൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഇടപാടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഒരാളെ ചതിക്കാൻ, അതായത് അവസാന നിമിഷവും, അതായത് താൻ കുടുങ്ങുന്നതിനും അവസാന നിമിഷം വരെ ചതിക്കാൻ, ഈ ഒരു പിണറായി വിജയനെ ചതിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ഒരുക്കമല്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണിത്. അതായത് ഇതെല്ലാം ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു ആരോപണങ്ങൾ മുഴുവൻ വരുന്നത് എനിക്കെതിരെയാണ്. പിണറായി വിജയൻ എന്നെ സംരക്ഷിച്ചിട്ടില്ല, പിണറായി വിജയൻ ഈ ഒരു കേസിലേക്ക് വലിച്ചിഴക്കേണ്ട, പിണറായി വിജയൻ പാവമാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഓഫീസാണ് മോശം, കൂടാതെ പിണറായി വിജയൻ്റെ ഉദ്യോഗസ്ഥരായിരുന്നു മോശം, അല്ലെങ്കിൽ ആ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം പോലും അറിയാതെ വകുപ്പിൽ പല അഴിമതികളും നടന്നിട്ടുണ്ട്. കഴിയാവുന്ന രീതിയിൽ ഒരു ഡിഫെൻഡ് ചെയ്യാവുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്താണ് വെള്ളാപ്പള്ളി നടേശൻ അന്നും അതെ ഇന്നും സംസാരിക്കുന്നത്. ഇനി നാളെ ഈ ഒരു കുരുക്ക് മുറുകി ഉള്ളിലേക്ക് പോകുമ്പോഴും ഈ ഒരു മൊഴിമാറ്റത്തിൽ നിന്ന് വ്യത്യാസം വരുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പിന്നെ വെള്ളാപ്പള്ളി ചോദിച്ചൊരു കാര്യമാണ് VD സതീശൻ സർക്കാരിന്, അല്ലെങ്കിൽ VD സതീശന് ഇത് 4 കാലുണ്ടോ എന്ന്. അതായത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിപ്പം UDF സർക്കാർ വന്നതിന് ശേഷമാണല്ലോ, അപ്പോൾ ഒരു അതൃപ്തി എന്തായാലും കാണും. അതായിരിക്കും ഇതിലൂടെ ചോദിച്ചു വരുന്നത്. VD സതീശൻ സർക്കാരിന് 4 കാലല്ല നടേശ ഉള്ളത്, ഒരൊറ്റ നട്ടല്ലാണ്. അതായത് ഇത്ര കാലം പിണറായി വിജയനെ ഇരട്ടച്ചങ്കനെന്നും, അല്ലെങ്കിൽ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടന്ന് ഒരുപാട് പൊക്കിപ്പിടിച്ച് നടന്നതല്ലേ. പക്ഷേ അതുപോലത്തെ ബഹുമതി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല VD സതീശൻ എന്ന കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിക്ക്. VD സതീശൻ എന്നുള്ളൊരു പേര് മതി. അതുമാത്രമല്ല ഒരു ചങ്കുറച്ച ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽപ്പെടുന്ന ഏത് പരാതിക്കും ഒരു തീരുമാനമുണ്ടാക്കും എന്ന ഒരു നിലപാട് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ നിലപാടിൻ്റെ രാജകുമാരനെന്നും, അല്ലെങ്കിൽ നട്ടെല്ലിന് ഉറപ്പുള്ള വർഗീയ ശക്തികളോട് നോ കോംപ്രമൈസ് എന്ന് പറയാൻ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ഇപ്പോഴത്തെ ഒരു പങ്കപ്പാട് വരുന്നത്.